ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13 ദ്വാരകാപുരി പോലീസിന് ഒരു ഫോൺ സന്ദേശം ലഭിക്കുന്നു. ഇൻഡോറിൽ ദ്വാരകാപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വീട്ടിൽ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു. വീട്ടിൽ നിന്ന് ഒന്ന് ഇത്രടം വരണം, വീട് പൂട്ടിക്കിടക്കുകയാണ് ദിവസങ്ങളായി. പോലീസ് സമയം പാഴാക്കാതെ വളരെ വേഗം ഈ സംഭവ സ്ഥലത്തെത്തി. ഈ ആളുകൾ വിളിച്ചു പറഞ്ഞ ലൊക്കേഷനിലെത്തി. ദ്വാരകാപുരി സബ് ഇൻസ്പെക്ടറും കൂട്ടരും വീട് ചുറ്റുപാടും നോക്കി. വീട് അടഞ്ഞ് കിടക്കുകയാണ്. വീട് പുറത്തു നിന്ന് പൂട്ടിയിട്ടുണ്ട്. പോലീസ് എന്താണ് ഈ സ്മെല്ലിന് കാരണം എന്നറിയണമല്ലോ. ഈ വീട്ടിന്റെ ഉടമസ്ഥനെ ബന്ധപ്പെടാൻ നോക്കി, ഇല്ല, ലഭിക്കുന്നില്ല. വീടിന്റെ ഫ്രണ്ട് വാതിൽ തള്ളി തുറന്ന് പോലീസുകാർ അകത്ത് കയറിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ച. ഒരു യുവതി നഗ്നയായി കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. പുഴു അരിച്ചു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ പോലീസ് മൃതദേഹ പരിശോധന നടത്തുന്നതിനിടയിൽ ആ മുറിക്കകത്തൊക്കെ പരിശോധിച്ചു നോക്കി. ഐഡന്റിറ്റി കാർഡുകളും പുസ്തകങ്ങളും ഒക്കെ കണ്ടു. അതിൽ നിന്ന് മനസ്സിലാക്കി, ഈ പെൺകുട്ടിയുടെ വേറെ വോട്ട്സ് ഒക്കെ മനസ്സിലാക്കി. പ്രായം 23-നും 24-നും മധ്യയാണെന്ന് മനസ്സിലാക്കി. ഈ പെൺകുട്ടി എന്താണ് MBA വിദ്യാർത്ഥിനിയാണെന്ന് മനസ്സിലാക്കി. പെൺകുട്ടിയുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചു. ബന്ധുക്കൾ സ്ഥലത്തെത്തി. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം, അങ്ങനെ പോയി. പിന്നീട് ഈ വീടിന്റെ ഇപ്പോഴത്തെ താമസക്കാരൻ ആരാണെന്ന് പോലീസ് അന്വേഷിച്ചു. കൊലപാതകം നടത്തിയത് ആരാണെന്ന് അറിയണമല്ലോ. പ്രത്യക്ഷത്തിൽ തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് പോലീസിന് ബോധ്യമായി. അപ്പൊ തന്നെ പോലീസ് അന്വേഷിച്ചു, ഇതാരാണ് ഇത് ചെയ്തത്. ഈ പെൺകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു. ആൺ സുഹൃത്താണ് ഈ വീട്, ഈ ക്വാർട്ടേഴ്സ് വാടകയ്ക്കെടുത്ത് ഇരിക്കുന്നത്. അയാളും MBA വിദ്യാർത്ഥിയാണ്. ഈ പെൺകുട്ടിക്കൊപ്പം പഠിക്കുന്ന ആളാണ്, സഹപാഠികളാണ്, തമ്മിൽ പ്രണയത്തിലുമാണ്. ബന്ധുക്കൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറി. അങ്ങനെ ഈ ബന്ധുക്കൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറുപ്പക്കാരനെ അന്വേഷിച്ചപ്പോൾ ചെറുപ്പക്കാരനെ നവി മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നവി മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഇവന് മാനസിക വിഭ്രാന്തി ഉള്ളതായി പോലീസിന് തോന്നി. ഇവനെ വിശദമായി ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ബന്ധുക്കളുടെ വിശദമായ മൊഴിയും എടുത്തു. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മൊഴി അനുസരിച്ച് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. 24 വയസ്സുള്ള ഈ പെൺകുട്ടിയും ഈ ക്ലാസ്മേറ്റ് ആയ ഈ ചെറുപ്പക്കാരനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടം ഇയാൾ മുതലെടുത്ത് ഈ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളൊക്കെ ഇവൻ മൊബൈലിൽ പകർത്തിയിട്ട് കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അതിനകത്ത് പെൺകുട്ടിക്ക് ഇവനോട് ഒരല്പം ഇഷ്ടക്കേടും അനിഷ്ടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവം പോലീസ് മനസ്സിൽ വെച്ചു. എന്നിട്ട് ഇവനെ ചോദ്യം ചെയ്തു. ഇവനെ ചോദിച്ചപ്പോൾ ഇവന് മാനസിക വിഭ്രാന്തിയാണ്, അയ്യോ പൊത്തോ എന്നൊക്കെ അഭിനയിച്ചിട്ട് ഇവൻ പറയുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. എന്താണ്, തനിക്ക് ഇവൾ ജീവന്റെ ജീവനായി, അവളുടെ ആത്മാവിനോട് സംസാരിക്കുക എന്ന എന്റെ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ അവളെ വകവരുത്തിയതാണ്. അവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവളുടെ ആത്മാവുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അതിന് പലവിധ മാർഗങ്ങൾ ഞാൻ തേടി. ഒന്ന്, അവളെ മരിച്ച ശേഷം അവളെ ലൈംഗികമായി ബന്ധപ്പെട്ടു, അവളുടെ ശരീരത്തിൽ മുറിവുകൾ വരുത്തി, എന്നിട്ട് അവളോട് ഞാൻ സംസാരിച്ചു എന്ന് പറയുകയാണ്. നമുക്ക് തോന്നാം, ഇതെന്തൊരു നാടാണ്, ഇന്തോ ഉത്തരേന്ത്യയിലെ അവിടെ ഇതൊക്കെ നടക്കും, ഇത് നടന്നില്ലെങ്കിൽ അതിശയമുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നാം. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കേരളത്തിലേക്ക് നോക്കുക. നമ്മുടെ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കൂടി നമ്മൾ മാറ്റണമല്ലോ. ഇങ്ങോട്ട് നോക്കിയാൽ കേരളത്തിൽ കേതൽ ജിൻസൺ രാജ, അങ്ങോട്ട് നോക്കൂ, പിന്നെ കഷായം ഗ്രീഷ്മ കേസ്. എന്താണ്, അവരുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ഏതോ ജോത്സ്യൻ പറഞ്ഞത് കൊണ്ടാണ് ഒരു പയ്യനെ വരവീശി പിടിച്ച് അവന് വിഷം കൊടുത്ത് കൊന്നത്. ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ രണ്ടാമത്തെ ഭർത്താവിനൊപ്പം സുഖമായി ജീവിക്കാമല്ലോ എന്ന അന്ധവിശ്വാസം. ഈലന്തൂർ കൂട്ടക്കൊല. അതുപോലെ ചരിത്രം നോക്കുകയാണെങ്കിൽ 6 വയസ്സുകാരി മുക്കിക്കൊന്ന സംഭവമുണ്ട്. എന്താണ്, അമ്പലത്തില് ഒരു ചെറുപ്പക്കാരനെ അടിച്ചുകൊന്ന കേസുണ്ട്. എന്താണ്, അമ്പലത്തിലെ ആനയുടെ രോഗം മാറാനാണ് അടിച്ചുകൊന്നത്. കാരണം ആന വലിയ കൊലപാതകയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആന വലിയ ജീവിയല്ലേ, ഇവൻ നിസ്സാരനല്ലേ, ഇവൻ ചത്തുപോയാൽ ആരും ചോദിക്കാൻ, അനാഥനും കൂടിയാണ്, ഇവൻ ചത്തുപോയാൽ ആരും ചോദിക്കാനില്ല. ആന അങ്ങനെയല്ലല്ലോ, വലിയ ജീവിയല്ലേ, അതുകൊണ്ട് ഇവനെ തല്ലിക്കൊന്നു എന്ന് മൊഴി കൊടുത്ത നാടാണ് കേരളം. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇതിന് ചേർത്തലയിൽ ഇപ്പോൾ നടന്നത് ബിന്ദു കൊലക്കേസ്, അങ്ങനെ പോലീസ് തെളിയിച്ച കൊലക്കേസുകൾ. ഇതിനൊക്കെ തന്നെ അന്ധവിശ്വാസത്തിന്റെ ആധാരമുണ്ട്, അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് കേരളം ഇതിൽ നിന്ന് വിഭിന്നമൊന്നുമില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ട വസ്തുത, MBAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അവർ തമ്മിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, വിവാഹപൂർവമായ, അത് വിവാഹത്തിന് മുന്നേ അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചാൽ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ചിന്തിക്കണം. കാരണം അപരിചിതനാണ്. കാരണം അപരിചിതരുമായുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ പാടില്ല എന്ന് അത് പരമാവധി നിരുത്സാഹപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇവർ വിവാഹം കഴിക്കുന്നതിന് മുന്നേ പല ആവർത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. പിന്നീട് സംശയരോഗം മുളയിട്ടിട്ട് ഈ പെൺകുട്ടിയെ വകവരുത്തുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം.
ഈ പോലീസിന്റെ നിഗമനം ശരിയാകണമെങ്കിൽ ഇവൻ കൂടി ഇത് സമ്മതിക്കണം. പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. ഇവൻ അന്ധവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. MBA പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇമാതിരി അന്ധവിശ്വാസത്തിലേക്ക് പോവുകയും കാമുകി അല്ലെങ്കിൽ കൂട്ടുകാരിയെ വകവരുത്തുകയും ചെയ്യുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ്. അപ്പോ അമ്മാതിരിയുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ പ്രണയം സഞ്ചരിക്കുന്നത്. MBA പഠിച്ചാലും MBBS പഠിച്ചാലും ഒക്കെ മനുഷ്യന്റെ മനസ്സ് വികസിക്കുന്നില്ല, വിവേക ബുദ്ധി ഉണ്ടാകുന്നില്ല എന്ന വലിയ ചോദ്യമാണ് ഇൻഡോറിലെ കൊലപാതകം ഉയർത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കൊലക്കേസ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.